ഹായ് ഗൈസ്, നിധി വിലപ്പാടാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് നിങ്ങളെ കൊണ്ടുപോകാൻ പോകുന്നത് നമ്മൾ പാമ്പുംതുരുത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തുരുത്തിലേക്കാണ്. അപ്പോൾ തുരുത്തിലേക്കുള്ള യാത്രയും അതിലെ വിശേഷങ്ങളും നമുക്ക് ചർച്ച ചെയ്യാം. മണ്ഡലങ്ങൾ സംഗമമാണ്. നമ്മളെടുക്കാനായിട്ട് പാമ്പിൻതുരുത്തിൽ നിന്നും കടത്ത് തോണിയുമായി ഈ ചേട്ടൻ വരുന്നുണ്ട്. ഈ തോണിയിലാണ് യാത്ര. ചേട്ടൻ്റെ പേര് എന്താ പേര്? സ്റ്റാലിൻ. അടിപൊളി പേരുള്ള. ആദ്യ ട്രിപ്പിൽ സഗീർ ഭായ്, ഷിക്കു, റാഫിക്കാണ് പോണത്. ഞാനും സിറാജും അത് കഴിഞ്ഞിട്ടാണ് പോകാമെന്ന് വിചാരിച്ചത്. അപ്പോൾ 2 ട്രിപ്പ് അടിക്കാമെന്ന് പറഞ്ഞു ചേട്ടൻ. ഇതൊന്നും നോക്കിയില്ല. സ്റ്റാലിൻ എന്നാണ് പേര് ചേട്ടൻ്റെ. ചേട്ടൻ പൊളിയുണ്ടാ. അപ്പോൾ അവരങ്ങോട്ട് പോട്ടെ. അപ്പോൾ യാത്രയിൽ ഞാൻ, സിറാജ്, സഗീർ ഭായ്, ഷിക്കു, റാഫിക്ക, പിന്നെ റാഫിക്കയുടെ ഒരു സുഹൃത്തുമുണ്ട്. ഞങ്ങളിങ്ങനെ ഒരു 6 പേരായിരുന്നു. റാഫിക്കൊക്കെ അവിടെ നിന്ന് മതിലകത്ത് തന്നെ കൂടി. ഇവിടെ നിന്ന് ഞങ്ങൾ 4 പേരാണ് പോയത്. സഗീർ ഭായ് ഉണ്ടായിരുന്നു, സിറാജ്, ഞാൻ, ഷിക്കു. അവരിങ്ങനെ പാമ്പുംതുരുത്തിലേക്ക് തോണി തുഴഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിവിടെ ഇക്കരെ കണ്ണും നട്ട് നോക്കി നിൽക്കുകയാണ്. അടുത്ത ട്രിപ്പിൽ ഞങ്ങളും പോകും. ചേട്ടൻ തിരിച്ചു വരുന്നുണ്ട്. ഇനി നമ്മുടെ യാത്ര. അപ്പോൾ നമ്മളെ സിറാജ് ആദ്യം കയറട്ടെ. സിറാജ് നോക്കി കയറിക്കട്ടാ. വഞ്ചിയിലൊക്കെ കയറി ശീലമുണ്ടോ? ഇപ്പൊ തന്നെ കണ്ടില്ലേ? സ്റ്റാലിൻ ചേട്ടൻ എന്താ വിശേഷം? നല്ല വിശേഷം. അപ്പോൾ സ്റ്റാലിൻ ചേട്ടൻ നമ്മള് തുരുത്തിലേക്കുള്ള യാത്രയിലാണ്. അവിടെ സുഹൃത്ത് സ്റ്റാലിൻ ചേട്ടനുണ്ട്. വഞ്ചിയിലൊക്കെ പോകാന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ്. കണ്ടില്ലേ? ആ ഇതൊക്കെ ഒന്ന് കാണിച്ചതാ. നമ്മളെ മീൻ സ്റ്റോർ ചെയ്യാനല്ലേ? അതില് ഏതൊക്കെ മീനാ വരാ? കരിമീന്, ചെമ്മീനൊക്കെ കിട്ടുന്നുണ്ടാവും. ഉണ്ടാവൂല അല്ലേ? ചെമ്പല്ലി, കരിമീൻ അതിലല്ലേ? അടിപൊളി. ഒരു സമയം എടുത്ത് കൊടുക്കും. ആ, അവിടെ പാലം ഏതത്? ആ പാലം പോത്തുങ്കട പാലം. തുരുത്തിലേക്ക് നമ്മൾ എത്തിയിട്ട് നമ്മളെ ഷിക്കു അവിടെ ഇരുന്നിട്ട് വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. എത്തുന്ന നമ്മൾ തുരുത്തിലേക്ക്. അപ്പൊ എന്നാ സ്റ്റാലിൻ ചേട്ടാ ഞങ്ങള് സ്റ്റാലിൻ ചേട്ടനും ഉണ്ടല്ലോ നമ്മളിപ്പോ. അതായത് സ്റ്റാലിൻ ചേട്ടൻ്റെ വീടുണ്ടാ. അപ്പൊ ഈ പാമ്പുംതുരുത്തിൽ നമ്മളെത്തിയിട്ടുണ്ട്. നല്ല പാട്ടൊക്കെ വെച്ച് തകർക്കുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ വേറെ ലെവലുണ്ടാ, ഒന്നും പറയാനില്ല. വീഡിയോ മുഴുവനായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ അവസാനം നമ്മുടെ സ്റ്റാലിൻ ചേട്ടൻ്റെ കുറച്ച് ഗാനങ്ങളും അതുപോലെ തന്നെ ഈ പാമ്പിൻതുരുത്തിൻ്റെ ഒരു പൂർണ്ണ രൂപം, അതായത് പാമ്പിൻതുരുത്തിൻ്റെ കഥകൾ, എങ്ങനെ ആണ് ഈ പാമ്പിൻതുരുത്ത് കിടക്കുന്നത്, അല്ലെങ്കിൽ പാമ്പിൻതുരുത്തിൻ്റെ ഒരു ചരിത്രം തന്നെ സ്റ്റാലിൻ ചേട്ടൻ നമുക്ക് വിവരിച്ചു തരുന്നുണ്ട്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുമല്ലോ. വീഡിയോക്ക് ലെങ്ത്ത് കൂടുതലുള്ളതുകൊണ്ട് പലരും സ്കിപ്പ് ചെയ്ത് പോകാറുണ്ട്. പക്ഷേ പ്രകൃതിയെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ ഇതുപോലുള്ള
സ്ഥലങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായും കാണുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. 3 നിയോജക മണ്ഡലങ്ങൾക്ക് നടുവിലായിട്ടാണ് പാമ്പിന്തുരുത്ത് സ്ഥിതി ചെയ്യുന്നത്. അതൊക്കെ നമുക്ക് ലാസ്റ്റ് കേൾക്കാം. കുയിലുകളും കിളികളൊക്കെ ശബ്ദം കേട്ടില്ല. ഏകദേശം ഒരു കാട് ഫീലാണ്, ഫോറസ്റ്റിൻ്റെ ഒരു ഫീലാണത്. കണ്ടാ, നല്ല രസകരമായ അന്തരീക്ഷമാണ്. പ്രകൃതിയെ സ്നേഹിക്കുന്നവർക്കൊക്കെ ഇത് വേറിട്ടൊരു അനുഭവം തന്നെ ആയിരിക്കും. കാണിച്ചേ സിറാജ്, എങ്ങനെ ഉണ്ടത്? അടിപൊളി, ഒരു രക്ഷയില്ല കേട്ടോ. അതെ, ഒരു പ്രത്യേക ഒരു പക്ഷി ഇരിക്കുന്നുണ്ട് അവിടെ. ഒരുപാട് വ്യത്യസ്തമായൊരു പക്ഷികളൊക്കെ ഉണ്ട് കേട്ടോ. ഇത് കിളികളെ കുറിച്ച് ഗവേഷണം നടത്തുന്നവർ, അവർക്കൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള പക്ഷികളെ കാണാൻ സാധിക്കും. അതെ, കാക്കൊക്കെ ഉണ്ട്. കാക്ക ഇംഗ്ലീഷുകാർ വന്നിട്ട് കാക്കനെ കണ്ടെങ്കിൽ അല്ല വഴി തെറ്റിയാ. പാമ്പുണ്ടാവും, പാമ്പുണ്ടാവും അതിൻ്റെ ഉള്ളിലൊക്കെ. രാജാ, എന്താ അവസ്ഥ? ല്ലേ? അടിപൊളിയാണ്. ഈ ഫോറസ്റ്റ് മൊത്തം ഫുള്ള് കാടാ. അയവാ പൊളിച്ച് ജഗതി ശ്രീകുമാർ. അപ്പോൾ നമ്മളിത് മുഴുവൻ ചുറ്റിക്കറങ്ങി കാണാനുള്ള പരിപാടി. ഇപ്പോൾ നമുക്ക് കാണാൻ പോണ ഒരു 7.5 ഏക്കറോളം ഉള്ളൊരു ഏരിയയാണ്. അത് നമ്മൾ വേറൊരു പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് വന്നതാണ് ഇവിടെ. അപ്പോൾ സ്ഥലം കണ്ടപ്പോൾ അതൊരു വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചു. ഈ തുരുത്തിനൊരു കാവൽക്കാരനുണ്ട്, ജാക്കി എന്നാണ് പേര്. പരിചയമില്ലാത്ത ആരെങ്കിലും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൂപ്പരാകെ പ്രശ്നം ഉണ്ടാക്കി നമ്മളെ കടിക്കാൻ ഓടിയെത്തും. ജാക്കി എന്ന പേരിലുള്ള ഒരു നായാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നായ്ക്കുരകളൊപ്പം കേൾക്കാം. അപ്പുറത്തെ തുരുത്തിലും ഇതുപോലെ ഒരുപാട് നായ്ക്കളുണ്ട്. ഇവിടെ ഒറ്റയാൾ പോരാട്ടമാണ്. ജാക്കിയാണ് ഇവിടുത്തെ താരം. പ്രകൃതി രമണീയമായ കാഴ്ചകൾ കണ്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഓരോന്നും ഇഷ്ടമായിരിക്കും. പാമ്പിന്തുരത്തിലേക്ക് പരിചയമില്ലാത്ത ആരും വന്നാലും ജാക്കിയുടെ ഒരു കടി നിർബന്ധമാണ് എന്ന് പറഞ്ഞ പോലെ. ഒരു പ്രാവശ്യം ഒരാൾ വന്നിട്ട് കടിക്കാനായിട്ട് ഓടിച്ച ആൾ പുഴയിലൊക്കെ പോയി ചാടി, അങ്ങനെ രക്ഷപ്പെട്ട്. അപ്പോൾ നമ്മളത് വടിയൊക്കെ ആയിട്ട് പോകുന്നുണ്ട് ട്രാഫിക്കാൻ. നമ്മളതൊക്കെ കണക്കൂട്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവർ അവിടെ പരിചയമുള്ളതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ശരിക്ക് കാട് തന്നെ. ഞാൻ ഒന്ന് ഓടി നോക്കിയതാ, കാടിനുള്ളിൽ കണ്ടില്ലേ, തിങ്ങി നിറഞ്ഞ് കിടക്കണ്. ഒരു രക്ഷയില്ലാത്ത ഫീലാണ്. ശരിക്കൊന്ന് ഒരു വട്ടെങ്കിലും പോയി കാണണം പാമ്പിന്തുരുത്ത്. ബാഗ് കയ്യിൽ കരുതാം, കാരണം മൊബൈൽ, പേഴ്സ്, സാധനങ്ങളൊക്കെ ഇതിലിടാം. ഇതേപോലെ വല്ല പട്ടികളൊക്കെ വന്ന് ഓടിക്കാൻ വെച്ചാൽ പുഴ ചാടണമെങ്കിൽ ഈ ബാഗ് കരയിലേക്ക് ഇട്ടിട്ട് പുഴയ്ക്ക് ചാടാം. ചില പട്ടികൾ ബാഗ് കടിച്ച് കീറുന്ന പട്ടികളുണ്ട്. അപ്പം എന്ത് ചെയ്യും? മൊബൈൽ അങ്ങനെ കടിക്കും. മൊബൈലല്ല, ബാഗ് കടിച്ചു പേഴ്സ്. ഒരുപാട് നടന്ന് ക്ഷീണമായി. ഇനി നമുക്ക് കുറച്ച് എനർജി ലെവലാക്കിയാലോ. അപ്പോൾ അതിന് കരിക്ക് അങ്ങോട്ട് സെറ്റാക്കാം. ട്രാഫിക്ക് നമുക്ക് വേണ്ടിയിട്ട് കരിക്കൊക്കെ ഇട്ട് തരുന്നുണ്ട്. അത് ഒന്ന് കുടിച്ച് നോക്കാം.
ആ കാണുന്ന പാലം കേട്ടോ, പൂത്തൻകടവ് പാലം, എസ്എംപുരം. നല്ല രസമായിട്ട് കിടക്കുന്നുണ്ടത് കണ്ടാ. ആ ദ്വീപിൻ്റെ ഇടയിലായിട്ട് ഇവിടെ നോക്കുമ്പോൾ നല്ലൊരു കാഴ്ചയാണത്. പാമ്പിനെ മേടിച്ചിട്ടേ പാമ്പിന്റെ കഥ പറഞ്ഞു വരുന്നു ഇപ്പൊ തന്നെ. സിറാജ് അവിടെ ആ ചിരട്ടയമ്മ ചവിട്ടി കൂടിയിട്ട് മൂപ്പര് പാമ്പിടുന്നും പറഞ്ഞ് ചാടി. മൈൻഡില് മുഴുവൻ പാമ്പാണ്. പിന്നെ പാമ്പിന്റെ ഏരിയ പാമ്പിൻ തീർക്കുന്ന പേര് കണ്ടോണ്ടേ മൂപ്പര് പാമ്പുണ്ട് പാമ്പുണ്ട് എന്നുള്ളൊരു ഇതിലാണ് നിക്കണത്. അപ്പൊ ചവിട്ടണതൊക്കെ പാമ്പാണ്. ഇപ്പൊ കണ്ട ആ പോത്തിനെ കണ്ടിട്ടേ പുലിന്ന് പറഞ്ഞ ഓടിയാനെ പുലിമടാന്ന് പേരുണ്ട്. ഹായ് നമസ്കാരം, നിധി വലപ്പാടാണ്. അപ്പോൾ നമ്മളിന്നുള്ളത് നമ്മുടെ പാമ്പിൻ തുരുത്ത് എന്ന് പറഞ്ഞൊരു തുരുത്തിലാണുള്ളത്. അവിടെ നമ്മളെ പാമ്പിൻ തുരുത്തിൽ ഈ സ്ഥലത്തെക്കുറിച്ച് പരിചയപ്പെടുത്താനായിട്ട് നമ്മളെ സ്റ്റാലിൻ ചേട്ടനുണ്ട്. അപ്പോൾ ഈ പാമ്പിൻ തുരുത്തിൻ്റെ വിശേഷങ്ങളാണ് നമ്മളൊന്ന് പങ്കുവെക്കാൻ പോകുന്നത്. അപ്പോൾ പാമ്പിൻ തുരുത്തിൻ്റെ വിശേഷങ്ങൾ നമുക്ക് സ്റ്റാലിൻ ചേട്ടനോട് തന്നെ ചോദിച്ചറിയാം. സ്റ്റാലിൻ ചേട്ടാ, ഈ പാമ്പിൻ തുരുത്ത് എന്ന് പേര് വരാൻ എന്താണ് കാരണം? ഈ തുരുത്തിനെ എങ്ങനെയാണ് ഈ തുരുത്ത് ചുറ്റപ്പെട്ട് കിടക്കുന്നത്? അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നമ്മളെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് ഒന്ന്. എന്ന് പറഞ്ഞാൽ ഈ പാമ്പിന്റെ ഷേപ്പിലാണ് ഇത് കിടക്കുന്നത്. അത് ഒരു തല വണ്ണം കുറഞ്ഞു, ഒരു തല ഇങ്ങനെ വീതി കൂടി ഇങ്ങനെ വാലായിട്ട് പാമ്പിന്റെ രീതി, പാമ്പിന്റെ തല സർപ്പം ആ രീതിയിലുള്ള ഒരു രൂപത്തിലാണ് ഇതിന്റെ ഷേപ്പ്. നമ്മുടെ ഈ തുരുത്തിന്റെ ഇത് ഓക്കെ, അതിന്റെ പേരിലാണ് ഈ തുരുത്തിന് പാമ്പിൻ തുരുത്ത് എന്നുള്ള പേര് വന്നത്. ഈ തുരുത്ത് എത്ര ഏക്കറിലാണ് നിൽക്കുന്നത്? ഏകദേശം ഒരു കണക്കുണ്ടാവുമല്ലോ. 18 ഏക്കറിലാണ് ഉള്ളത് ഈ തുരുത്ത് ഉള്ളത് അല്ലേ? അപ്പോൾ ഇവിടേക്കുള്ള നിങ്ങൾ വരുന്നതും പോകുന്നതും നിങ്ങളുടെ ജീവിത രീതിയൊക്കെ എങ്ങനെയാണ് ഇവിടെ കഴിഞ്ഞു പോകുന്നത്? വഞ്ചിയില്ലാതെ നമുക്ക് ഒരു മാർഗമില്ല. ഇല്ല, പാലം എന്ന് പറഞ്ഞ സാധനം ഇല്ല അങ്ങോട്ട് അല്ലേ? ഇല്ല, ഒരു ദ്വീപ് തന്നെയാണ് അപ്പൊ ഇത്. അതിനിപ്പോ അത്യാവശ്യം പെട്ടെന്ന് വരാനും പോണില്ല പാലം. വരില്ല. കാരണം വെള്ളവും വെളിച്ചം തന്നെ വന്നത് നിസാരകാലമായിട്ടുള്ളൂ. അതെ അല്ലേ, അധികം കാലമായിട്ടില്ല. ഓക്കെ. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഉള്ളിൽ എത്ര വീടുകളാണ്? ഇപ്പൊ സ്റ്റാലിൻ ചേട്ടന്റെ വീട് കണ്ടു, ഞാൻ വേറെ 2-3 വീടും കൂടി കണ്ടു. ഇതിന്റെ ഉള്ളിൽ എത്ര? 7 വീടുണ്ടായിരുന്നു. 7 വീടേ ഉള്ളൂ. 7 വീടേ ഉള്ളൂ ഇതില്. പക്ഷെ ഇപ്പൊ ഇതില് 5 വീട് താമസമുള്ളൂ. 5 വീട്ടിൽ താമസമുള്ളൂ. ബാക്കി 2 വീട് എന്ത് ഒഴിവാണല്ലേ? അവരിവിടുന്ന് പോയതാണോ? പോയതെന്ന് പറഞ്ഞാല് അവരൊന്നും കല്യാണം കഴിച്ച് ഓക്കെ. അങ്ങനെ ഓക്കെ. അവരെ തലമുറ ഇല്ല. ഓക്കെ അങ്ങനെ അല്ലേ? അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ജീവിക്കാനൊക്കെ നല്ല സൗകര്യങ്ങളൊക്കെ, ബാക്കി പാലം ഒഴിച്ച് വഞ്ചിയിൽ വരുന്നത് ഒഴിച്ച് ബാക്കി എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ സുഖമായിട്ട് പോണ്. ഞങ്ങള് പോണ്. കാരണം ഇപ്പൊ ശരിക്കും പറഞ്ഞാല് നമ്മള് റോഡ് സൈഡിൽ കിടക്കുന്ന സൗകര്യമാണ്. പുറത്തുള്ള ഒരാൾക്ക് ഇവിടെ വന്ന് താമസിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലേ? എന്നൊക്കെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വന്ന് താമസിക്കാന്ന് പറഞ്ഞാൽ ചിലപ്പോ നമുക്ക് അതെ ഇവിടെ പ്രളയം വന്നപ്പോ എങ്ങനെയായിരുന്നു? പ്രളയം വന്നപ്പോ ഞങ്ങള് ഇവിടുന്ന് അക്കരയ്ക്ക് പോയി. നല്ലോണം വെള്ളം കയറിയിരുന്നോ? പിന്നെ നമ്മുടെ വീടൊക്കെ മുങ്ങിയില്ലേ? വീട് മുങ്ങിയില്ലേ? വീടിന്റെ ഹൈറ്റില് ഞാൻ നേരത്തെ വീട് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ വീട് നമുക്ക് എന്റെ വീടിന്റെ ഉള്ളില് എനിക്ക് തന്നെ നില ഉണ്ടായില്ല. അതെ അല്ലേ, അത്ര ഹൈറ്റില് വെള്ളം വന്നു. അപ്പൊ നമ്മുടെ വീട്ടിലെ സാധനങ്ങളും കാര്യങ്ങളൊക്കെ പോയി. കുറച്ച് നമുക്ക് പറ്റാവുന്ന നമ്മള് സൂക്ഷിച്ച്. അതല്ലേ. സ്റ്റാലിൻ ചേട്ടൻ എത്ര കാലമായി ഈ തുരുത്തില് താമസം തുടങ്ങിയിട്ട്? ഞാൻ ജനിച്ചതും വളർന്നൊക്കെ ഇവിടെ തന്നെ. എത്ര കാലം ഉണ്ടാവും ഉദ്ദേശം? 49 വയസ്സ്. അപ്പനും അപ്പാപ്പനായിട്ടുള്ള ഒരു ഇതാണ് ഇവിടെ. ആ കാലഘട്ടത്തിലുള്ള ഇതാണല്ലേ അത്. അപ്പോ വർഷങ്ങൾ തലമുറകളായിട്ടുണ്ട്. പിന്നെ വേറെ നമ്മുടെ ഈ തുരുത്തില് മഴയും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഈ പ്രളയം അല്ലാതെ സാധാരണ മഴ വരുമ്പോ എങ്ങനെ ഇവിടെ വെള്ളം കയറലുണ്ടോ? ഇല്ല, നോർമലി ഇത് കനോലി കനാല്. ഇത് കനോലി അപ്പുറത്ത് വരുന്നതും അതന്നെ, ചുറ്റപ്പെട്ട് എടുക്കണതൊക്കെ കനോലി കനാല്. അങ്ങോട്ട് തിരിഞ്ഞാൽ ഏതാ സൈഡ് വരുന്നത്? അവിടെ പോത്തുംകടവ്. അവിടെ ഒരു പാലം ഞാൻ കണ്ടിരുന്നു. അത് നമ്മളെ എസ്എംപുരം പാലം അല്ലേ? ഓക്കെ. അപ്പൊ മതിലകത്തുനിന്ന് ശരിക്കും ഇങ്ങോട്ട് വരാം. മതിലകത്ത് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇങ്ങോട്ട് വരാനുള്ള ഒരു വഴി
നമുക്ക് നേരെ നമ്മുടെ ഈ വാട്ടർ ടാങ്ക് വാട്ടർ ടാങ്കിന്റെ അവിടെ നിന്നുള്ള വഴി തന്നെയാണല്ലേ. പിന്നെ അപ്പുറത്ത് വേറെ വഴി ഉണ്ടെന്ന് പറഞ്ഞാൽ അതേത് അത് മറ്റേ പഴയ ഇലക്ട്രിസിറ്റിയുടെ അവിടെ നിന്ന് വരുന്നതല്ലേ. ഏതിലെ വന്നാലും ഇവിടെ വന്ന് കിട്ടും അല്ലേ. പാമ്പിൻ തുരുത്ത്. അപ്പൊ ഇതില് വേറെ പാമ്പുകളുടെ കഥകൾ അങ്ങനെ ഒന്നും ഇല്ലല്ലേ. ഈ പാമ്പിന്റെ ഷേപ്പിനാണ് പാമ്പിൻ തുരുത്ത് വന്നത്. പാമ്പിന്റെ ഷേപ്പ് എന്ന് പറഞ്ഞാല് ഇവിടുന്ന് അങ്ങോട്ട് വാല് പോലെ കിടക്കും. അവിടെ ഞങ്ങൾ പോയിരുന്നു. അവിടെ ഒരു വീതി കുറഞ്ഞിട്ട് അവിടെ നിന്ന് ഇവിടുന്ന് അങ്ങോട്ട് അറ്റത്തേക്ക് പോയി കഴിഞ്ഞാൽ എന്താണ് ഈ തല പോലെ പാമ്പിന്റെ തല പോലെ ഇങ്ങനെ പോയിട്ട് ബാക്കി ഇവിടുന്ന് അങ്ങോട്ട് വീതി കൂടി വന്ന്. ഓക്കെ അങ്ങനെ ഒരു പ്രത്യേക ഷേപ്പ് ഇതിലാണ് പാമ്പിൻ തുരുത്ത്. ഇതിന്റെ അപ്പുറത്ത് വേറെ തുരുത്തുണ്ട് ഇനി. അത് മഴുവഞ്ചേരി തുരുത്ത്. മഴുവഞ്ചേരി തുരുത്ത്, മഞ്ചാടിത്തറ തുരുത്ത് തന്നെയാണ് അല്ലേ. അത് അല്ല, കണക്ഷൻ ഉണ്ട്. ഒരു പാലൊക്കെ ഉണ്ടാവും. നമ്മുടെ മതിലം പഴയ കടവുണ്ടല്ലോ, മതിലം പഴയ കടവ് അവിടുന്ന് വരുന്ന. ഓക്കെ അവിടെ നിന്ന് മുട്ട. ഇതിപ്പോ വേറെ ഇത് 3 മണ്ഡലങ്ങളാണ്. മണ്ഡലം എന്ന് പറയുമ്പോ ഏത് മണ്ഡലമായിട്ട് വരും? ഇത് മണ്ഡലാണോ? 3 മണ്ഡലങ്ങൾ എന്ന് പറഞ്ഞാല് നമ്മള് കൊടുങ്ങല്ലൂര് നിയോജക മണ്ഡലം. ഇത് കൈപ്പങ്കലം. നേരെ അക്കരെ കണ്ടു കഴിഞ്ഞാല് അത് ഇരിങ്ങാലക്കുട. ഓക്കെ. നേരെ അങ്ങോട്ട് നോക്കൂലേ അറ്റത്ത് മാളാണല്ലോ അത്. 3 മണ്ഡലങ്ങൾ സംഗമമാണ് ഈ സംഭവം. അങ്ങനെ ഒരു പ്രത്യേകത കൂടെ ഇതിനുണ്ട്. ഓക്കെ. പാർലമെന്റ് കഴിഞ്ഞാല് ഒന്നിച്ചൊറ്റ ഇതായി നമ്മള്. നിയോജക മണ്ഡലം പഞ്ചായത്തായാലും അങ്ങനെ തന്നെയാണ്. പഞ്ചായത്ത് ഇലക്ഷൻ ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മള് മതിലകം അവിടെ വരെ വെള്ളാങ്കല്ലൂര് പഞ്ചായത്ത്. ഓക്കെ. പിന്നെ സ്റ്റാലിൻ ചേട്ടന്റെ നേരം പോക്കുകളും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഇവിടെ പാട്ടും കാര്യങ്ങളൊക്കെ എങ്ങനെയാ? നാടൻ പാട്ടുകൾ ഞാൻ വരുമ്പോ അവിടെ വീട്ടിൽ പാട്ട് വെച്ചതായിട്ട് കേട്ടിരുന്നു. സംഗീതത്തെ സ്നേഹിക്കുന്ന ഒരാളാണെന്ന് എനിക്ക് തോന്നി സ്റ്റാലിൻ ചേട്ടൻ. നമുക്ക് വേണ്ടി ഒരു 2 വരി പാട്ട്, ഏതെങ്കിലും ഒരു പാട്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് സ്റ്റാലിൻ ചേട്ടന്റെ ഒരു ഗാനം 2 വരി സ്റ്റാലിൻ ചേട്ടൻ ഞങ്ങൾക്ക് വേണ്ടി പാടും ഞാൻ വിചാരിക്കും പാടണം അങ്ങനെ പറയണം. ഓക്കെ. ചെമ്പരത്തി പൂവിനുള്ളിൽ ചുണ്ട് രണ്ടും ചേർത്ത് തേൻ കുടിക്കും സോദരരെ ഊഞ്ഞാലാടാൻ വാവാ. ചെമ്പരത്തി പൂവിനുള്ളിൽ ചുണ്ട് രണ്ടും ചേർത്ത് തേൻ കുടിക്കും സോദരരെ ഊഞ്ഞാലാടാൻ വാവാ. ഇക്കണ്ണൻ പോകും വഴിക്കാ പെണ്ണ് തടഞ്ഞ് നിർത്തിയിട്ട് താളങ്ങളും മേളങ്ങളും കൊണ്ട് പഞ്ചാര നൃത്തം ചവിട്ടിയിട്ട് താം തക്കടി തയ്യാരം താരിപ്പന്തക്കടി തയ്യാരം തിത്തകം 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 താനിപ്പ തപ്പണതെന്താണ്? അപ്പൊ സ്റ്റാലിൻ ചേട്ടാ നല്ല പാട്ടായിരുന്നു. 2 പാട്ടും തകർത്തു. 2 നാടൻ പാട്ടുകൾ നമുക്ക് സമ്മാനിച്ചു. ഇത് ഏതൊക്കെ ഇതിലാണെന്നൊന്ന് പറയാമോ ഈ പാട്ടുകൾ? ഇത് ഞങ്ങളെ ഷാപ്പിലെ പാട്ടുകളാണ് അല്ലേ? അതിമനോഹരം. ഇത് ഒരു എനിക്കിപ്പോ 49 വയസ്സായി. പക്ഷെ 18 വയസ്സിൽ പാടിയ പാട്ടുകൾ. ഇതിന്റെ ഉപജ്ഞാതാവ് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? അത് ഞങ്ങൾ ഷാപ്പിൽ ഒന്നിച്ചിരുന്നു. നിങ്ങൾ തന്നെ ഉണ്ടാക്കിയൊരു പാട്ട്. സംഗമങ്ങള് പോലെ തന്നെ അന്ന് ഉണ്ടായത്. പക്ഷെ വരികളൊന്നും ഫുള്ള് പാടാൻ പറ്റിയിട്ടില്ല. വരികളൊക്കെ ഇതിനും ഭയങ്കര അർത്ഥങ്ങളുള്ള പാട്ടുകളൊക്കെ ഉണ്ട്. അതല്ലേ. ഓക്കെ. അർത്ഥങ്ങള് ഷാപ്പിലെ പാട്ടുകൾക്ക് പ്രത്യേകിച്ച് ഒരു അർത്ഥങ്ങൾ കൂടുതലായിരിക്കും. കാരണം ആത്മബന്ധങ്ങൾ കൂടുന്ന പാട്ടുകളാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. മെമ്മറി ഇല്ല. മെമ്മറി പവർ ഒന്ന് കുറഞ്ഞ് ഇപ്പൊ കുറച്ചങ്ങോട്ട് കാലങ്ങൾ വിട്ടപ്പോ അതിന്റെ ഒരു ടച്ച് കിട്ടൂല. പിന്നെ വേറെ നമ്മളിപ്പോ അടുത്ത് ഒരു നമ്മുടെ പാലവും എന്ന് പറഞ്ഞിട്ടുള്ള പാട്ടുണ്ടല്ലോ, അത് സ്റ്റാലിൻ ചേട്ടന് അറിയോ? ഇല്ല. പാലവും എന്ന് പറഞ്ഞ പാട്ടുകാരനുണ്ടല്ലോ, ആ പാട്ടുകാരൻ അത് എഴുതിയതാണോ അല്ലെങ്കിൽ പാടിയതാണോ എനിക്കറിയില്ല. പാടിയ ആൾ തന്നെയാണ് എഴുതിയതും. മരണപ്പെട്ട കാര്യമാണോ? ഞാനും അയാളും തൊട്ടപ്പുറത്തും കട്ടിലും കിടന്ന ആൾക്കാരാണ്. എവിടെ? മുളന്താവില്. ഓക്കെ. അവിടെ വെച്ചിട്ടാണ് ആള് മരണപ്പെട്ടത്? ഇല്ല, ആള് അവിടുന്ന് ഡിസ്ചാർജ് ചെയ്തതിന് ശേഷം തോന്നുന്നുണ്ട് മരിച്ചത്. കാരണം ഞങ്ങൾ പേപ്പറിലാണ്, കാരണം ഞങ്ങൾ അടുത്തടുത്ത ബെഡിലായിരുന്നു. കുറച്ച് പരിചയപ്പെട്ടതിന്റെ പേരിൽ നമുക്ക് മനസ്സിലായി. അപ്പൊ അയാളെ മുടിയൊക്കെ ഇത്തിരി നീട്ടി വളർത്തി നല്ല ആള് ചോര ശരിച്ചിട്ടുണ്ട്. ആള് മെഡിക്കൽ കോളേജ് വന്നല്ലേ. ഓക്കെ. അപ്പൊ അങ്ങനെ ഒരു ഇത് നിങ്ങൾ തമ്മിലുണ്ട്, ഒരു ആത്മബന്ധം എന്ന് പറഞ്ഞ പോലെ. നമുക്ക് അവിടെ ചെല്ലുമ്പോ എല്ലാവരെയും പരിചയപ്പെടുമല്ലോ നമ്മള്. ആ ഒരു ഇതില് ആണ്. ആള് മനസ്സിലായത്. അതെ, നല്ല പാട്ടായിരുന്നു ആള്. അത് മാത്രല്ല താരക പെണ്ണാൾ, അങ്ങനെ 2-3 പാട്ടുകള്. ആളെ കാണുമ്പോ ഒന്നുമല്ല. ആൾക്ക് ആകെ കുറച്ച് മറ്റേ ഈ ഗോപിയുടെ പോലെ പഴയ ഭരത് ഗോപി. അതെ. പെട്ട പിന്നെ എന്നെ പോലെ തന്നെ പൊക്കം കുറവ്. ആളെ കണ്ട അങ്ങനത്തെ ഒരു വ്യക്തിയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇത്ര കഴിവുകളും ആൾക്ക് ഉണ്ടെന്നുള്ളത് അറിയാൻ പറ്റൂല. ആള് കല്യാണം കഴിച്ചിട്ടില്ല. അതല്ലേ. ഓക്കെ. അയാളുടെ ചേട്ടന്റെ മരുമക്കള്
ആണ് ആളെ കൂടെ ഉണ്ടായത്. ഓക്കെ ഓക്കെ. ചേട്ടന്റെ മക്കളെ കെട്ടിയ ആ ചെക്കന്മാര്, അതെ മരുമക്കള് എന്ന് പറഞ്ഞാൽ. ഓക്കെ ഓക്കെ. അതായത് വേറെ പെങ്ങന്മാരെ മക്കളും അതെ അതെ അതെ. അങ്ങനെ കൂടി ഇതുണ്ട് ഈ പാലവും എന്ന് പറഞ്ഞപ്പോ. അതെ അതെ. അപ്പൊ ആ കൊറോണ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു ബന്ധം കൂടി നിങ്ങൾ തമ്മിലുണ്ട്. ഞാനൊക്കെ ഇല്ല ഒരുപാട് പാടുമായിരുന്നു. പാടുന്ന അങ്ങനല്ല, നാടന്മാര് ഇതുപോലെ പാട്ടുകളൊക്കെ ഒരുപാടുണ്ട് മതി. പക്ഷെ ഇപ്പൊ നമ്മുടെ മെമ്മറി പാടാനുള്ള ഒരു ഇത് ഇപ്പൊ ഞങ്ങൾ പെട്ടെന്ന് വന്നോണ്ട് ആരും മൂടില്ല. അത് മൂടാവണ സമയത്ത് ഇനി ഒരു ദിവസം ഞങ്ങൾ വരാം. അപ്പൊ ഞങ്ങൾക്ക് ഒന്ന് തീർച്ചയായും പാടിത്തരണം. വേറെ ഇപ്പൊ ഞാൻ രണ്ടുപേരില്ല പാടുന്നു. പക്ഷെ ഇതിനൊക്കെ ഒരുപാട് വരികളുണ്ട്. വരികൾക്ക് അതിനുള്ള അർത്ഥങ്ങളും ഉണ്ട്. ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് എന്തായാലും ഈ തുരുത്തിന്റെ വിശേഷങ്ങള് സ്റ്റാലിൻ ചേട്ടൻ്റെ നിന്ന് കിട്ടി. അടുത്തൊരു വീഡിയോയില് സ്റ്റാലിൻ ചേട്ടന്റെ നാടൻ പാട്ടുകൾ നമ്മൾ ഉൾക്കൊള്ളിക്കുന്നതാണ് നല്ലൊരു മൂഡായിരിക്കുന്ന ടൈമില്. ഓക്കെ, താങ്ക് യു സ്റ്റാലിൻ ചേട്ടൻ. എങ്ങനെയുണ്ട് ഏരിയ? അടിപൊളിയല്ലേ? തുരുത്ത്, പാമ്പിൻ തുരുത്തിൽ നിന്നും നിങ്ങളോടൊപ്പം ക്യാമറാമാൻ സിറാജിനൊപ്പം നിധി വലപ്പാട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവേത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിധി വലപ്പാട്.